നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 5 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അഫാൻ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് തെളിഞ്ഞിട്ടും കേരളം മയക്കുമരുന്നിന് മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രം കണ്ടിട്ടുള്ളവർ ചിത്രത്തിന്റെ തുടക്കത്തിന്റെ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ ഫേസ്ബുക്ക് ലൈവ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഫണ്ടിംഗ് ഏജൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം ലൈവ് ആരംഭിക്കുന്നത്. അത് ഇന്ത്യയിലാകെ വ്യാപിച്ചു കിടക്കുന്ന ലഹരി മാഫിയയാണ്. അവർക്ക് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയക്കാരാണ് എന്ന് ഗോവർദ്ധൻ പറയുന്നു. രാഷ്ട്രീയക്കാരുടെ തണലിൽ വളർന്ന രാഷ്ട്രീയക്കാരെ രക്ഷിക്കുന്നവരാണ് പുതിയ ഫണ്ടിംഗ് മാഫിയ. ലൂസിഫർ ചിത്രത്തിന് തിരക്കഥ എഴുതിയത് മുരളി ഗോപിയാണ്. ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപി തിരക്കഥാകൃത്താവുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകനായിരുന്നു. ചിത്രത്തിൽ വിവേക് ഒബറോയ് അവതരിപ്പിച്ച ബോബി എന്ന കഥാപാത്രമാണ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. ലൂസിഫർ പറഞ്ഞതാണ് ശരി. കേരളം മയക്കുമരുന്നിന്റെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയക്കാരുടെ പിൻബലത്തിലാണ് കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ വളരുന്നത്. മയക്കുമരുന്ന് കേസിൽ പ്രതിഭ MLA മകനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത് ഇതുമായി കൂട്ടി വായിക്കാവുന്നതാണ്. സ്കൂളുകളാണ് ഇന്ന് ലഹരി വിപണനത്തിന്റെ പുതിയ കേന്ദ്രം. വിദ്യാലയങ്ങളിൽ പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസുകൾ പലതും മറച്ചുവെക്കപ്പെടുകയാണ്. കുട്ടികളുടെ ഭാവി കരുതിയും രക്ഷിതാക്കളുടെ മാനഹാനി ഭയന്നും വിദ്യാലയങ്ങളുടെ സൽപ്പേരിനെ ബാധിക്കുമെന്ന ഭീതിയുമൊക്കെ ഇതിന് പിന്നിലുണ്ട്. പുറത്തുവരുന്ന കേസുകൾ വളരെ കുറവാണ് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. മയക്കുമരുന്ന് എന്ന് കേട്ടാൽ അതിന് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഈ അകപ്പെട്ടവർക്ക് അഭിമാനബോധം ഉയരും. കണ്ണൂരിലെ 9ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി തന്നെ ലഹരി മരുന്ന് നൽകി നിരന്തരം പീഡനത്തിനിരയാക്കി എന്ന സഹപാഠിയായ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വന്നത്. തനിക്ക് പുറമെ 11 വിദ്യാർത്ഥികളെ 9ാം ക്ലാസ്സുകാരൻ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥി ബാംഗ്ലൂരിലും മറ്റും പോകാറുണ്ട് എന്നും മയക്കുമരുന്ന് വാങ്ങുന്ന സ്ഥലമെല്ലാം പെൺകുട്ടി പറഞ്ഞും നൽകി. 14കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് സമാന രീതിയിലുള്ള നിരവധി പരാതികൾ രഹസ്യമായി പോലീസിലും ശിശുസമിതികളിലും എത്തിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. എന്നാൽ പല പരാതികളും സ്കൂളുകൾ മറച്ചുവെക്കുന്നതാണ് കാണുന്നത്. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കാര്യത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഇതിനെ വിശദീകരിച്ചത്. ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കൂടി വരികയാണ് എന്ന ഗുരുതരമായ മുന്നറിയിപ്പുമുണ്ട് ഈ പ്രസ്താവനയിൽ. മലബാറിലെ ഒരു സ്കൂളിൽ പെൺകുട്ടികൾ മാരക ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതായി പരാതി വന്നു. ഇക്കാര്യം മനസ്സിലാക്കി അവിടെ ചെന്ന അധികൃതരോട് സ്കൂൾ അധികൃതർ പറഞ്ഞത് വാക്കുണ്ട്. അത് പെൺകുട്ടികളല്ല ആൺകുട്ടികളായിരുന്നു എന്നാണ്. ഈ ആൺകുട്ടികളായിരുന്നു എന്ന് പറയാൻ കാരണം പെൺകുട്ടികളുടെ പേര് പുറത്തു വരികയും സ്കൂളിന്റെ പേരിന് കളങ്കമാകുമെന്ന ഭയമാണ് പെൺകുട്ടികളുടെ ലഹരി ഉപയോഗം മറച്ചുവെക്കുന്നത് എന്നാണ് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടവർ പലരും പറയുന്നത്. എവിടെ നിന്നാണ് കുട്ടികൾക്ക് ലഹരി മരുന്ന് കിട്ടുന്നത് എന്ന ചോദ്യത്തിന് മരത്തിന്റെ പൊത്തിലും മതിലിന്റെ അടുത്തും ആരോ കൊണ്ടുവച്ചപ്പോൾ കുട്ടികൾ അറിയാതെ ഉപയോഗിച്ചതാണ് എന്ന മുടന്തൻ മറുപടിയാണ് അധ്യാപകരും സ്കൂൾ അധികൃതരും നൽകിയത്. പോലീസ്, എക്സൈസ്, ചൈൽഡ് ലൈൻ, കൗൺസിലർമാർ എന്നിവർ ഇത് ശരിവെക്കുകയും ചെയ്യുന്നു. സർക്കാർ എയ്ഡഡ് വ്യത്യാസമില്ലാതെ വ്യാപകമായി തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാർ കണക്കുകളും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സ്കൂളിന്റെ ശുചിമുറികളിലും സമീപത്തെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലും പാടങ്ങളിലുമെല്ലാം കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു. ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാവുന്ന ഭവിഷ്യത്തുകളും മറ്റു കുട്ടികൾക്ക് കൂടി ബാധിക്കുമെന്നതിനാലായിരിക്കും പല സ്കൂളുകളും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാറേയില്ല. ആരോപണ വിധേയനായ കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയാൽ എല്ലാം ശരിയാണ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അതിനുശേഷം ഈ കുട്ടി എവിടെ എത്തുന്നുവെന്നോ ഭാവി എന്താകുമെന്നോ പലരും ചിന്തിക്കാറുമില്ല. ഇന്ന് കഞ്ചാവിനേക്കാളും വിദ്യാർത്ഥികൾ രാസലഹരികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കഞ്ചാവ് ഉപയോഗിച്ചാലും മദ്യം കുടിച്ചാലും പെട്ടെന്ന് അറിയാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിൽ MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ യുവസമൂഹം തെരഞ്ഞെടുത്തിട്ടുണ്ട്. 13 വയസ്സ് മുതൽ വിദ്യാർത്ഥികൾ ഇത്തരം രാസലഹരികൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നുമുണ്ട്. മനുഷ്യനെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ഇത്തരം ലഹരി ചെന്നെത്തിക്കും. MDMA പോലെയുള്ള ലഹരി മരുന്നുകൾ ഉണ്ടാകുന്നത് ശാസ്ത്രീയമായ അറിവുകൾ ഇല്ലാത്തവരാണ്. ഇത് ഉപയോഗിക്കുന്നത് ഭാവിയിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇടവരുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ ഉപരി സമൂഹത്തിനും അത് ഗുരുതര വിഷയമായി മാറുന്നു. 5 പേരെ തലക്കടിച്ച് കൊല്ലാൻ തോന്നുന്നത് ഇത്തരം മുന്തിയ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ 90% ആദ്യം തുടങ്ങിയത് പുകവലിയിൽ നിന്ന് തന്നെയാണ്. സ്കൂളിൽ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പുകവലിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ലഹരി കേസിൽ അധ്യാപകരും പിടിയിലാവുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഇത്തരം കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ സ്കൂളിലെ അധ്യാപികയെയും പോലീസ് ലഹരി
ലഹരി കൈവശം വെച്ച കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കേസുകളുടെ തുടർ നടപടികൾ നടക്കുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്കെതിരെ കേസെടുക്കുകയും വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായും സർക്കാരിന് ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകിയ വിവരങ്ങൾ വരുന്നുണ്ട്. കേരളം മയക്കുമരുന്ന് മാഫിയകളുടെ ഇഷ്ടതാവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക ഭൂപടത്തിൽ കൊച്ചിക്കും കേരളത്തിനുമുള്ള സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കും. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2021 കണക്ക് പ്രകാരം രാജ്യത്തിലെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നഗരങ്ങളിൽ 3-ാം സ്ഥാനം കൊച്ചിക്കാണ്. കുറ്റകൃത്യങ്ങളിൽ ഭൂരിപക്ഷത്തിലും മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്നും രേഖകൾ വ്യക്തമാക്കുന്നു. നഗരങ്ങളിലെ ലഹരി ഉപയോഗത്തിൽ കേരളം 3-ാമതാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങൾ മുന്നിൽ നിൽക്കുന്നു. ലഹരിക്ക് അടിമപ്പെടുന്നവരിൽ 70% 15 വയസ്സ് ആകുമ്പോഴേ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. കഴിഞ്ഞ 8 വർഷങ്ങൾക്കുള്ളിൽ 70% വർധനമുണ്ടെന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക്. ഗോവ, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ അളവിൽ മയക്കുമരുന്നുകൾ ഒഴുകി എത്തുന്നുണ്ട്. ബാംഗ്ലൂർ പോലെയുള്ള മഹാനഗരത്തിൽ നിന്നും നാട്ടിലേക്ക് സ്ഥിരം യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെ ഇതിന്റെ വാഹകരാക്കി മാറ്റുന്നുണ്ട് എന്നത് മറ്റൊരു വാസ്തവം തന്നെയാണ്. മനം മാറ്റമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ രക്തത്തിൽ കലർന്ന ശരീരം മുഴുവൻ വ്യാപിക്കും. നാഡീവ്യൂഹത്തെയും മാനസിക ശാരീരിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഈ ഡ്രഗ്സ് അഡിക്റ്റ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. ഇതോടെ മനസ്സിന്റെ താളം പിഴയ്ക്കുന്നു. ജീവൻ നിലനിർത്താൻ ആവശ്യമായ ശ്വസനം പോലെയുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല ഒബ്ലാങ്കറ്റയിൽ ആഘാതം ഏൽപ്പിക്കുന്നത് മൂലം മയക്കം, മോഹനലസ്യം തുടങ്ങിയ മരണം വരെ സംഭവിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയായ സെറിബ്രൽ കോർട്സിനെയും ബാധിക്കുമ്പോൾ ഭാഷ, യുക്തിചിന്ത, നീതിബോധം, വിലയിരുത്തൽ, മൂല്യബോധം തുടങ്ങിയ എല്ലാ കഴിവുകളും നശിക്കുന്നു. മസ്തിഷ്കത്തിന്റെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്വൽ കോർട്ടക്സിനെയും ബാധിക്കുമ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഭ്രാന്തിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളം ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എത്തിയിരിക്കുന്നത്. ബിവറേജസിൽ ആളുകൾ കുറയുകയും യുവതി-യുവാക്കൾ സിന്തറ്റിക് ഡ്രഗ്സിനൊപ്പം പോവുകയും ചെയ്യുന്ന സാഹചര്യം ഭീകരമാണ്. ആർക്കും നിയന്ത്രിക്കാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്.